മണിപ്പൂർ വിഷയം അടക്കമുയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രധാനമന്ത്രി മണിപ്പൂരിൽ സന്ദർശിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സഭകളിൽ കേന്ദ്രത്തിന്റെ ഏകാധിപത്യമെന്ന് കോൺഗ്രസ് എംപിമാർ ആരോപിച്ചു. പ്രധാനമന്ത്രി സഭയിലില്ലാത്തതിനെ ഗൌരവ് ഗൊഗോയ് വിമർശിച്ചു. പ്രധാനമന്ത്രിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തവരാണ് പ്രതിപക്ഷമെന്ന് നിർമ്മല സീതാരാമൻ പ്രതികരിച്ചു. സജു തോമസ് ചേരുന്നു. സജു, എന്താണ് പാർലമെന്റിൽ സംഭവിക്കുന്നത്? തന്നെ തീർച്ചയായിട്ടും ഇന്നലേക്ക് സമാനമായി തന്നെ ഇന്നും വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരു സഭകളും പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് പാർലമെന്റിൽ ഇന്നിപ്പോൾ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന് വലിയ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പാർലമെന്റിൽ വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് ധനമന്ത്രി പറയുന്നു. കേന്ദ്രത്തിന്റെ ഏകാധിപത്യമാണെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. വീണ്ടും സജു തോമസ് ചേരുന്നുണ്ട്. സജു, തുടർന്നോളൂ. തന്നെ തീർച്ചയായിട്ടും അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് ഈ ത്രിഭാഷാ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഇന്നലെ പാർലമെന്റിൽ അരങ്ങേറിയതാണ്. പ്രത്യേകിച്ച് DMK അംഗങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർത്തിയാണ്. അതിന് സമാനമായ രീതിയിൽ ഇന്നിപ്പോൾ അവർ ബ്ലാക്ക് ഷർട്ടൊക്കെ അണിഞ്ഞാണ് ഇപ്പോൾ പാർലമെന്റിലേക്ക് എത്തിയത് രാവിലെ തന്നെ. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരാമർശം പിൻവലിക്കണം. ഇന്നലെ തന്നെ പാർലമെന്റ് വീണ്ടും സമ്മേളിപ്പിച്ചപ്പോൾ അദ്ദേഹം പരാമർശം പിൻവലിച്ചപ്പോൾ അദ്ദേഹം മാപ്പ് പറയണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ DMK അംഗങ്ങൾ ഇന്ന് രാവിലെ തന്നെ എത്തിയത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഇന്നും ഉണ്ടായിട്ടുണ്ട്. ലോക്സഭയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഗൌരവ് ഗൊഗോയ് അടക്കമുള്ളവർ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. മണിപ്പൂരുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിൽ സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുന്നു. പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂർ സംഘർഷിക്കുന്നില്ല? അദ്ദേഹം മണിപ്പൂർ വീണ്ടും സന്ദർശിക്കണം. അദ്ദേഹം ഇതുവരെ 1.5 വർഷത്തിലേറെയായിട്ട് മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോയിട്ടില്ല. അദ്ദേഹം പോകണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആദായ നികുതി ബില്ലും അതുപോലെ GST അടക്കമുള്ളവയിലൂടെ വലിയ രീതിയിൽ ജനങ്ങളെ ഒക്കെയും അതായത് സാധാരണക്കാരെ മാറ്റി നിർത്തുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇടത്തരക്കാർക്ക് വേണ്ടിയുള്ള ബജറ്റ് എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് ഒരു മധ്യവർഗത്തിന് വേണ്ടിയുള്ള ബജറ്റ് മാത്രമായിരുന്നു. അതിൽ സാധാരണക്കാർക്ക് ഒന്നുമില്ലായിരുന്നു എന്നുള്ള വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു വിവാദമായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഈ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും TMCയുടെ ഭാഗത്തുനിന്നും അതുപോലെ DMKയുടെ ഭാഗത്തുനിന്നും വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം എന്നെ സംസാരിക്കാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യമൊക്കെയും ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വലിയ വിമർശനങ്ങളായിട്ട് ഇതിപ്പോൾ വന്നിരിക്കുകയാണ്. മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് TMCയും അതുപോലെ കോൺഗ്രസും ഒരേ സ്വരത്തിൽ എതിർക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെയും ഉയർത്തിയിരുന്നു. അതെന്തായാലും പാർലമെന്റിന്റെ ഇരു സഭകളിലും ഉയർത്താൻ തന്നെയാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയങ്ങളൊക്കെയും ഉയർത്താൻ തന്നെയാണ് DMK MPമാരുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധങ്ങൾ രാവിലെ തന്നെ ഉണ്ടായിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളായിട്ട് ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധങ്ങൾ ഉണ്ടായത് ഈ മണ്ഡല പുനർനിർണ്ണയം അതുപോലെ തന്നെ ത്രിഭാഷ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. രാജ്യസഭ ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവെച്ച് വീണ്ടും സമ്മേളിച്ചെങ്കിൽ ഇപ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കൽ നടക്കുകയാണ്. ഇപ്പോൾ സമാനമായ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ് ഇന്നിപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെ. അത് കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വോട്ടർ പട്ടികയിലെ തിരിമറിയുമായി ബന്ധപ്പെട്ട് അതായത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ പട്ടിക അടിച്ചിറക്കി അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് നേരത്തെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. ആ ആവശ്യങ്ങളൊക്കെയും ഇന്നും ഇപ്പോൾ വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെയും ലോക്സഭാ അധ്യക്ഷനെ നേരിട്ടെത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആശങ്കകളൊക്കെയും പങ്കുവച്ചിരുന്നു. അതിന് സമാനമായിട്ടാണ് ഇന്ന് ഈ വിഷയം ഇന്നിപ്പോൾ ഗൌരവ് ഗൊഗോയ് സഭയിൽ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ വലിയ രീതിയിൽ ഇനി വരാനുള്ള ദിവസങ്ങളിലും പാർലമെന്റിൽ അലയടിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ധന്യ. ശരി സജു.